മനുഷ്യരെ പോലെ വിവിധ വിശ്വാസങ്ങളും വിഭാഗങ്ങളും ജിന്നുകളിലുമുണ്ട്. ഷെയ്ഖ് സുദീർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖദരിയ, മുർജിയ, റാഫിളിയ, ഷിഅ വിശ്വാസമെല്ലാം ജിന്നുകൾക്കിടയിലും ഉണ്ട്. ഒരു വീട്ടിൽ ആ വീട്ടുകാരോടൊപ്പം ജിന്നുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ നിസ്കരിക്കുമ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ഒക്കെ ആ വീട്ടിൽ താമസിക്കുന്ന ജിന്നുകളും ആ സൽക്രമങ്ങളിൽ ഏർപ്പെടുമെന്നതിന് ചരിത്രപരമായി ധാരാളം തെളിവുകളുണ്ട്. യസീദു റഖാഷ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സഫ്വാൻ ഇബ്നു മുദ്രിസുൽ മക്കിനി റളിയല്ലാഹു അൻഹു രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എത്തിയാൽ അദ്ദേഹത്തോടൊപ്പം ആ വീട്ടിൽ താമസമാക്കിയ ജിന്നുകളും എഴുന്നേറ്റ് നിസ്കരിക്കും. അങ്ങനെ അവർ നിസ്കരിക്കുകയും ഖുർആൻ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും ചെയ്യും. യസീദുർ റഖാഷ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ജിന്നുകൾ നിസ്കരിക്കുന്നത് അവരെങ്ങനെ അറിയും എന്ന ചോദ്യം വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിസ്കാരത്തിനു വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. പ്രസ്തുത സമയം ഇങ്ങനെ വിളിച്ചു പറയുകയും ചെയ്യും, അള്ളാഹുവിൻ്റെ ദാസരെ, നിങ്ങൾ വെപ്രാളപ്പെടേണ്ട, ഞങ്ങൾ ജിന്നുകളായ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. തഹജ്ജുദിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റപ്പോൾ ഞങ്ങളും എഴുന്നേറ്റു. നിങ്ങളോട് കൂടെ ഞങ്ങളും നിസ്കരിക്കാറുണ്ട്. നമ്മുടെ വീടുകളിൽ നാം നിസ്കരിക്കുമ്പോൾ ഖുർആൻ പാരായണം ഉറക്കയാക്കുന്നതിൽ നിരവധി തത്വസംഹിത അടങ്ങിയിട്ടുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു, തിരുനബി പറഞ്ഞു, നിങ്ങളിൽ നിന്നൊരാൾ രാത്രി നിസ്കരിച്ചാൽ ഉറക്കെ ഓതണം. കാരണം മലക്കുകൾ അവന്റെ നിസ്കാരത്തോടൊപ്പം നിസ്കരിക്കുകയും ഖുർആൻ പാരായണം ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യും. സത്യവിശ്വാസികളായ ജിന്നുകൾ ഖുർആൻ പാരായണം ശ്രദ്ധിച്ചു കേൾക്കാനും പ്രസ്തുത പാരായണം വഴി അവന്റെ ഭവനത്തിൽ നിന്നും ചുറ്റുഭാഗത്തുള്ള ഭവനങ്ങളിൽ നിന്നും ദുഷ്ടരായ ജിന്നുകൾ അഥവാ പിശാചുക്കളും മറ്റും ആട്ടിയകറ്റപ്പെടുകയും ചെയ്യുന്നു. ജിന്ന് പാമ്പായി വന്നു ഉംറ ചെയ്ത ചരിത്രം ഇബ്നു അബിദുനിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ സുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നതിൽ കാണാം, അബ്ദുല്ലാഹിബ്നു സുഫ്വാൻ റളിയല്ലാഹു അൻഹു കഅബയുടെ തൊട്ടരികെയായിരുന്നു. ഉടൻ ബാബുൽ ഇറാഖ് കവാടത്തിലൂടെ ഒരു പാമ്പ് കഅബ ഷരീഫിനടുത്തേക്ക് ഇഴഞ്ഞു വന്ന് കഅബയെ 7 പ്രാവശ്യം തവാഫ് ചെയ്തു. തുടർന്ന് ഹജറുൽ അസ്വദിന് സമീപമെത്തി അതിനെ ചുംബിച്ചു. പാമ്പിനെ നോക്കി അബ്ദുല്ലാഹിബ്നു സുഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജിന്നെ, നീ നിന്റെ ഉംറ നിർവഹിച്ചു കഴിഞ്ഞല്ലോ. ഞങ്ങളിലെ കുട്ടികൾ നിന്നെ കണ്ട് പേടിക്കുമെന്നതിനാൽ നീ മടങ്ങിപ്പോവുക. വന്ന വഴിയെ പാമ്പ് തിരിച്ചു പോവുകയും ചെയ്തു. സർപ്പരൂപം പ്രാപിച്ച അഥവാ ജിന്നിന്റെ രൂപം അഥവാ പാമ്പിന്റെ രൂപം പ്രാപിച്ച ജിന്നുകളുള്ളതിനാൽ അവയെ കൊല്ലുന്നത് ശ്രദ്ധയോടെ പാമ്പുകളെ കൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശ രൂപത്തിലുമാവണമെന്ന് പാഠം നമ്മെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നാം ഉൾക്കൊള്ളണം. ജാഹിലിയ്യ കാലത്ത് ജീവിച്ച ഒരു ജിന്ന് സ്ത്രീയുടെ ഏക മകൻ വിവാഹിതനായ ശേഷം 7 ദിവസം കഴിഞ്ഞ് മാതാവിനോട് ഒരിക്കൽ കഅബ പകൽ സമയം തവാഫ് ചെയ്യാനുള്ള ആഗ്രഹം അറിയിച്ചു. ഖുറൈശികളിലെ വിവരമില്ലാത്തവർ നിന്നെ കണ്ടാൽ അഥവാ നീ സർപ്പരൂപത്തിൽ അവിടെ നിൽക്കുന്നത് കണ്ടാൽ തല്ലിക്കൊല്ലുമെന്ന് മാതാവ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഞാൻ സുരക്ഷിതനായി നിർവഹിക്കാമെന്ന ഉറപ്പോടെ മകനെ പറഞ്ഞയച്ചു ആ മാതാവ്. 7 തവാഫും ഇബ്രാഹിം മഖാമിനു പിന്നിലുള്ള 2 റക്അത്ത് നിസ്കാരവും കഴിഞ്ഞ ശേഷം തിരിച്ചു വരുമ്പോൾ ബനൂ സഅദ് ഗോത്രത്തിലെ ഒരു യുവാവ് ജിന്ന് സർപ്പത്തെ, ആ പാമ്പിനെ കാണുകയും തല്ലിക്കൊല്ലുകയും ചെയ്തു. അന്ന് മക്കയിൽ ഭീകരമായ കൊടുങ്കാറ്റ് അടിച്ചു വീശി. പർവ്വതങ്ങൾ പോലും കാണാൻ പറ്റാത്ത വിധം പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങി ഒരു പൊടിക്കാറ്റായി അത് മാറി. ബനൂ സഅദ് ഗോത്രത്തിലെ ധാരാളം പേർ ആ കാറ്റ് കാരണമായി കൊല്ലപ്പെടുകയും ചെയ്തു. പ്രത്യേകമായ പുണ്യ സദസ്സുകളിൽ പങ്കുചേരുന്നത് സത്യവിശ്വാസികളായ ജിന്നുകളുടെ ഒരു ചര്യയാണ്. ഷെയ്ഖ് ദൈനൂരി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരിക്കൽ സുബ്ഹിയുടെ മുമ്പ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലെത്തി. അപ്പോൾ പള്ളിയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. ഞാൻ അതിനകത്തേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് അവിടെ ഒരാൾ ദുആ ചെയ്യുകയും ഒരു വിഭാഗം ആളുകൾ ദുആക്ക് ആമീൻ പറയുകയും ചെയ്യുന്നു. ബാങ്ക് വിളിക്കാൻ വരുന്നത് വരെ ഞാൻ പള്ളിയിലിരുന്നു. അയാൾ ബാങ്ക് വിളിച്ച് പള്ളിയുടെ വാതിൽ തുറന്നു. ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ ബാങ്ക് വിളിച്ച് പള്ളിയുടെ വാതിൽ തുറന്നു. ആ സമയത്ത് അകത്ത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു തനിച്ച് കിബിലക്ക് അഭിമുഖമായി ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ സുബഹിയുടെ മുമ്പ് വന്നിട്ടുണ്ട്. താങ്കൾ ദുആ ചെയ്യുകയും ഒരു വിഭാഗം ആളുകൾ ആമീൻ പറയുകയും ചെയ്യുന്നത് കേട്ടു.
പിന്നീട് പള്ളിയിൽ കടന്നു നോക്കിയപ്പോൾ താങ്കളല്ലാതെ മറ്റാരെയും ഇവിടെ കാണുന്നുമില്ല. ഹസൻ റളിയല്ലാഹു മറുപടിയായി പറഞ്ഞു, അത് ജിന്നുകളാണ്. എല്ലാ വെള്ളിയാഴ്ച രാവിലും എന്നോടൊപ്പം അവർ ഖുർആൻ ഖത്ം പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പിരിഞ്ഞു പോവാറുണ്ട്. വിശാലമായ പുൽമേടുകളിൽ ജിന്നുകൾക്ക് പ്രാർത്ഥനയിൽ ഏർപ്പെടാനുള്ള നിശ്ചിത സ്ഥലം അവർ നിർണയിക്കുകയും അവിടെ മനുഷ്യരുടെ ഇടപെടലുകൾ ഒഴിവാക്കപ്പെടാൻ കഴിയും വിധം ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇബ്നുൽ അസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ പുൽമേടുകളിലെ പുല്ലുകളിലില്ലാത്ത സ്ഥലത്ത് സംസാരിക്കരുത്, അത് ജിന്നുകളുടെ നിസ്കാര സ്ഥലമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നടന്നു പോകുമ്പോൾ ഒരു കറുത്ത പാമ്പ് വന്ന് അതിന്റെ തല നബിയുടെ ചെവിയോട് അടുപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ അതിന്റെ ചെവിയോട് പഠിപ്പിച്ചു. ഇരുവരും തമ്മിൽ അഭിമുഖ സംഭാഷണം നടത്തി. പിന്നീട് അത് ഭൂമിയിൽ അപ്രത്യക്ഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിന്നുകളുടെ ദൗത്യ സംഘത്തിലെ ഒരാളാണത്. അവർ ഖുർആനിൽ നിന്നും ഒരു സൂറത്ത് മറന്നിട്ടുണ്ട്. അത് അവരുടെ മേൽ ഞാൻ തുറന്നു കൊടുത്തതാണ്. ചില പ്രത്യേക വസ്തുക്കളോട് ജിന്നുകൾക്ക് വിരക്തിയും വെറുപ്പും അനുഭവപ്പെടും. അത്തരം വസ്തുക്കളും സാധനങ്ങളുമുള്ള വീടുകളിൽ അവർ അകന്നു പോകും, അവിടെ അവർ ഉണ്ടാവുകയില്ല. ഖാദിൽ ഖൽഖി റളിയല്ലാഹു അൻഹു പറയുന്നത്, ജിന്നുകൾ എൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുക പതിവായിരുന്നു. ഒരിക്കൽ അവർ എൻ്റെ വീട്ടിൽ വന്നില്ല. ഞാൻ കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഓറഞ്ചുണ്ട്, ഓറഞ്ചുള്ള വീട്ടിൽ ഞങ്ങൾ പ്രവേശിക്കുകയില്ല. അറിവ് പകർത്താനും കേൾക്കാനും മറ്റു ജിന്നുകൾക്കും അത് പറഞ്ഞു കൊടുക്കാനും ജിന്നുകൾ വിവിധ രൂപങ്ങളിൽ മഹാന്മാരുടെ മുമ്പിൽ എത്താറുണ്ട്. പ്രവാചക കാലം മുതൽ അത് പതിവാണ്. ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു പറയുന്നത്, വഹ്ബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു എന്നിവരുടെ അടുത്ത് ഒരിക്കൽ ഒരു പക്ഷി വന്ന് സലാം പറഞ്ഞു. സലാം അടക്കിയ വഹ്ബ് റളിയല്ലാഹു അൻഹു അത് ജിന്നാണെന്ന് മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, താങ്കൾ ആരാണ്? പക്ഷി പറഞ്ഞു, ഞാനൊരു മുസ്ലിം ജിന്നിൽപ്പെട്ട ഒരാളാണ്. എന്താണ് താങ്കളുടെ ആവശ്യം? പക്ഷി പറഞ്ഞു, നിങ്ങളുടെ സദസ്സുകൾ വന്ന് ഇരിക്കുന്നത് നിങ്ങൾ നിഷേധിക്കുന്നുവോ? ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾ അറിവ് തേടുന്നത്. നിസ്കാരം, ധർമ്മസമരം, രോഗസന്ദർശനം, ജനാസ പരിപാലനം, ഹജ്ജ്, ഉംറ എന്നിവയെല്ലാം പഠിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള യാത്രയിൽ ഖുർആൻ പാരായണവും മറ്റു ചില അശരീരികളും അനുഭവപ്പെട്ട സംഭവം സ്വഹാബികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ശക്തമായ കൂരിരുട്ടുള്ള ഒരു രാത്രിയിൽ ഒരു യാത്ര പുറപ്പെട്ട ഒരു സ്വഹാബി സൂറത്തുൽ കാഫിറൂൻ ഓതുന്നത് കേട്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതുവഴി താങ്കൾ ശിർക്കിൽ നിന്നും ഒഴിവായി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ അയാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത് കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതുവഴി താങ്കൾക്ക് പൊറുക്കപ്പെട്ടു. ഞാൻ എൻ്റെ യാത്രാവാഹനം നിർത്തി ഇരുഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും നോക്കിയെങ്കിലും ഒരാളെയും അവിടെ കണ്ടില്ല. കഅബ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം വിശ്വാസികളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ആജ്ഞാപിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവ് ഒരു ഭവനമുണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഹജ്ജ് ചെയ്യുക. അത് കേട്ട മനുഷ്യരും ജിന്നുകളും അള്ളാഹുവെ, ഞങ്ങൾ ഉത്തരം ചെയ്യുന്നു എന്ന മറുപടി നൽകിയിട്ടുണ്ട്. ജിന്നുകളുടെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കൽ അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് ഹംബലി മദ്ഹബിലെ ഇമാം അബുൽ ബഖാഇൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നത്, അവർ വകതിരിവുള്ളവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്കും കൂടി പ്രവാചകനുമാണെന്നതിനാൽ തുടർന്ന് നിസ്കരിക്കൽ ശരിയാവുമെന്നാണ്. നാം നിർവഹിക്കുന്ന പുണ്യകർമ്മങ്ങളിൽ അതിവിശിഷ്ടമായതിന് ജിന്നുകൾ പോലും നമുക്ക് നന്മക്കായി സത്യസാക്ഷിയാവുന്നു. ഒരിക്കൽ അബൂ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, താങ്കൾ മലഞ്ചെരിവുകളിൽ ആടുമേക്കാറുണ്ടല്ലോ. താങ്കൾ പ്രസ്തുത സ്ഥലത്താണെങ്കിൽ നിസ്കാര സമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ ഉറക്കെ വിളിക്കണം. കാരണം ബാങ്ക് വിളിക്കാരന്റെ ശബ്ദധ്വനി മനുഷ്യനോ ജിന്നോ മറ്റേതെങ്കിലും വസ്തുവോ കേട്ടാൽ അത് അന്ത്യനാളിൽ അവന് സാക്ഷിയായി നിൽക്കും. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകളും ഹൃദിസ്ഥമാക്കി അതനുസരിച്ച് ജീവിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ജിന്നുകളുടെ ചരിത്രങ്ങൾ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഖഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്ക ലക്ഷ്യമാക്കി ഒരു വിഭാഗം ആളുകൾ പുറപ്പെട്ടു. എന്നാൽ വഴിതെറ്റിപ്പോയ അവർ മരണം മുഖാമുഖം കണ്ടു.
മരണമല്ലാതെ മറ്റൊരു വഴിയില്ലെന്നറിഞ്ഞ അവർ ഏത് സമയവും മരണത്തിന് വേണ്ടി സന്നദ്ധരാവുകയും ചെയ്തു. ഉടനെ മരങ്ങൾക്കിടയിലൂടെ ഒരു ജിന്ന് അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആൻ കേട്ട ജിന്നുകളിൽ അവശേഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആ ജിന്ന് പറഞ്ഞു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ സഹോദരനാണ്. അതിന്റെ തെളിവ് അവനെ അവഗണിക്കാതിരിക്കലാണ്. ഇതാണ് വഴി. അവർക്ക് വെള്ളമുള്ള സ്ഥലം അറിയിച്ചു കൊടുക്കുകയും മക്കയിലേക്കുള്ള വഴിമാർഗം തെര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ജിന്നുകൾ അവരുടെ യഥാർത്ഥ രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ജിന്നുകളാണെന്ന് അറിയാതെ വധിക്കുകയും ചെയ്താൽ കൊന്നവന് ശിക്ഷയില്ലെന്നാണ് ഇസ്ലാമിക പാഠം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു: ഒരാൾ ഒരാവശ്യത്തിന് നാട്ടിൽ നിന്ന് പോയി വന്നത് പിറ്റേന്നാണ്. അന്നേ ദിവസം തിരിച്ചു വരാത്തതിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെ മാറ്റം വന്ന നിലയിലും കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? അദ്ദേഹം പറഞ്ഞു: ഞാൻ വിജനമായൊരിടത്ത് മൂത്രമൊഴിക്കാൻ പോയപ്പോൾ അവിടെ ഒരു പാമ്പിനെ കണ്ടു. ഉടൻ തന്നെ പാമ്പിനെ കാണുകയും ആ പാമ്പിനെ ഞാൻ കൊല്ലുകയും ചെയ്തു. പാമ്പിനെ വകവരുത്തിയ ഉടൻ ഒരു വസ്തു എന്നെ ഒരു സ്ഥലത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഒരു സംഘം ആളുകൾ എൻ്റെ ചുറ്റും കൂടി. അവർ വിചാരണ തുടങ്ങി. അവരിൽ ചിലർ പറഞ്ഞു: ഇദ്ദേഹമാണ് നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഇന്നയാളെ കൊന്നത്, അതിനാൽ നമുക്ക് ഇദ്ദേഹത്തെ വധിക്കാം. അവരിൽ ചിലർ പറഞ്ഞു: നമുക്ക് നമ്മുടെ ആത്മീയ ഗുരുവിന്റെ സമീപം കൊണ്ടുപോകാം. അവർ അദ്ദേഹവുമായി അവിടെ എത്തി. അവിടെ വലിയ ഭംഗിയുള്ള മുഖമുള്ള നീണ്ട താടിയുള്ള ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ഇരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രശ്നം? അവർ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. ആത്മീയ ഗുരുവായ ജിന്ന് ചോദിച്ചു: ഏത് രൂപത്തിലായപ്പോഴാണ് നിങ്ങൾ വധിച്ചത്? ഞാൻ പറഞ്ഞു, പാമ്പിന്റെ രൂപത്തിലാണ് ഞാൻ കണ്ടത്. ആത്മീയ ഗുരു പറഞ്ഞു: ജിന്നുകളുടെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ ആരെങ്കിലും അതേ രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിലാവുമ്പോൾ കൊല്ലപ്പെട്ടാൽ വധിച്ചവന് യാതൊരു ശിക്ഷയുമില്ല. അതിനാൽ ഇദ്ദേഹത്തെ വെറുതെ വിടുക. തത്സമയം തന്നെ അവർ എന്നെ മോചിപ്പിക്കുക ചെയ്തു. സത്യനിഷേധികളായ ജിന്നുകൾക്ക് പരലോകത്ത് ശിക്ഷ ലഭിക്കുമെന്ന വിഷയത്തിൽ പണ്ഡിത ലോകം ഏകാഭിപ്രായക്കാരാണ്. അള്ളാഹു പറയുന്നു: ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. സൂറത്തു സജദയിൽ അള്ളാഹു തആല വ്യക്തമായി പറഞ്ഞു: നിശ്ചയം ഞാൻ നരകത്തെ മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നിറക്കുന്നതാണ്. എന്നാൽ സത്യവിശ്വാസികളായ ജിന്നുകൾക്ക് നരകത്തിൽ നിന്നും രക്ഷയില്ലാതെ മറ്റു പ്രതിഫലങ്ങളിൽ നിന്നും മനുഷ്യേതര ജീവികൾ പോലെ മണ്ണായി പോകുമെന്നും ഇമാമുകളിൽ ചിലർക്ക് അഭിപ്രായമുണ്ട്. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു നിന്നും ഇബ്നു ഹസ്മ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായത്തെ സ്ഥിരപ്പെടുത്തുന്ന വചനം ഇബ്നു അബിദുനിയ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ലൈസ് ഇബ്നു അബി സുലൈം റളിയല്ലാഹു അൻഹു പറയുന്നത്: സത്യവിശ്വാസികളായ ജിന്നുകളുടെ പ്രതിഫലം അവരെ നരകത്തിൽ നിന്നും സംരക്ഷിക്കലാണ്. പിന്നീട് അവരോട് നിങ്ങൾ മണ്ണാവുക എന്ന് പറയപ്പെടും. ഇബ്നു ഷാഹിനി ലാഹിരി റളിയല്ലാഹു അൻഹു പറയുന്നത്: സ്വർഗാവകാശികൾ സ്വർഗത്തിലും നരകാവകാശികൾ നരകത്തിലും പ്രവേശിച്ചാൽ അള്ളാഹു സത്യവിശ്വാസികളായ ജിന്നുകളോടും മറ്റു വിഭാഗങ്ങളോടും പറയും, നിങ്ങൾ മണ്ണാവുക. അപ്പോൾ അവർ മണ്ണായിത്തീരും. ആ സമയത്ത് സത്യനിഷേധികൾ ഇപ്രകാരം വിളിച്ചു പറയും: ഞാൻ മണ്ണായി പോയാൽ മതിയായിരുന്നു എന്ന്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെല്ലാം ജിന്നുകളിൽ നിന്നുള്ള സത്യവിശ്വാസികൾക്ക് സ്വർഗീയ പ്രതിഫലം, അവിശ്വാസികൾക്ക് പാപികൾക്കുമായ ആളുകൾക്ക് നരക ശിക്ഷയും നൽകുമെന്നും ആ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്: സൃഷ്ടികൾ സ്വർഗത്തിൽ നരകത്തിലും കടക്കുന്നതിനനുസരിച്ച് സൃഷ്ടികളെ 4ആയി വിഭജിക്കാം. അഥവാ സ്വർഗത്തിൽ മാത്രം കിടക്കുന്ന വിഭാഗം അത് മലക്കുകളാണ്. അതുപോലെ നരകത്തിൽ മാത്രം കിടക്കുന്ന ആ വിഭാഗത്തിൽ എല്ലാവരും നരകത്തിൽ പോകും, അത് ശൈത്താന്മാരുമാണ്. എന്നാൽ കുറച്ചാളുകൾ സ്വർഗത്തിലും കുറച്ചാളുകൾ നരകത്തിലും പോകുന്ന വിഭാഗം അത് ജിന്നുകളും മനുഷ്യരുമാണ്. അഥവാ ജിന്നുകളിൽ നിന്നും കുറച്ചുപേർ സ്വർഗത്തിലും കുറച്ചുപേർ നരകത്തിലുമായിരിക്കും. മനുഷ്യരിൽ നിന്നും അങ്ങനെ തന്നെയായിരിക്കും. അതേസമയം പിശാചിൽ നിന്നുള്ളവർ എല്ലാവരും നരകത്തിലും മലക്കിൽ നിന്നുള്ളവർ എല്ലാവരും സ്വർഗത്തിലുമായിരിക്കും. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു, മുൻദിർ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു എന്നിവരെല്ലാം ലഹഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ച് പറയുന്നത്: ജിന്നുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ജിന്നുകളിൽ നിന്നുള്ള സത്യവിശ്വാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു.
ഷെയ്ഖ് ഹാരിസുൽ മുഹാസിബി റളിയല്ലാഹു അൻഹു പറയുന്നത്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജിന്നുകളെ നാം കാണുമെങ്കിലും പക്ഷേ അവർക്ക് നമ്മെ കാണാൻ കഴിയില്ല. ദുനിയാവിലെ അവസ്ഥയുടെ വിപരീതമായിരിക്കും സ്വർഗത്തിൽ സംഭവിക്കുക. ദുനിയാവിൽ മനുഷ്യർക്ക് ജിന്നുകളെ കാണാൻ കഴിയുന്നില്ല, ജിന്നുകൾ പിശാചുകൾ മനുഷ്യരെ കാണുന്നു. എന്നാൽ സ്വർഗത്തിൽ നേരെ തിരിച്ച് മനുഷ്യരെ കാണാൻ ജിന്നുകൾക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞത്. മനുഷ്യരായ നാം ഓരോരുത്തരുടെയും കൂടെ ഒരു ജിന്നു പിശാച്ച് നമ്മെ നന്മയിൽ നിന്നും വഴിതെറ്റിക്കാൻ സദാ സന്നദ്ധനായുണ്ട്. ഷരീഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, നിങ്ങളിൽ നിന്ന് ഓരോരുത്തർക്കും ഒരു പിശാച്ച് കൂടെയുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതരെ, നിങ്ങൾക്കുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കുമുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു എന്നെ സഹായിക്കുകയും പ്രസ്തുത ജിന്ന് മുസ്ലിം ആവുകയും ചെയ്തു. ക്രിയാത്മകമായ പ്രവർത്തനമില്ലാതെ അലസനായി ധാരാളം തിന്നുകയും ഉറങ്ങുകയും അങ്ങനെ കഴിയുന്നവൻ പിശാച്ചിന്റെ പണിപ്പുരയാണ്. മനുഷ്യരിൽ പിശാച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരാണ്. വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, പിശാച്ചിന് മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ധാരാളം ഭക്ഷണം കഴിക്കുന്നവനും ധാരാളം ഉറങ്ങുന്നവനുമാണ്. മനുഷ്യ ഹൃദയങ്ങളിൽ സംശയങ്ങളും തെറ്റിദ്ധാരണകളും കുത്തിനിറച്ച് നല്ല ചിന്തകളെയും നല്ല സമയങ്ങളെ നശിപ്പിച്ച് നിമിഷമൊന്നൊഴിവില്ലാതെ വ്യർത്ഥമായി ചിന്തിക്കാനും നമ്മുടെ ആരാധന സത്തകളെ നശിപ്പിക്കാനും പിശാച്ചിന് സാധ്യമാവുന്ന വഴിയാണ് വസ്വാസ്. ഖാദി അബൂ യഅ്ല റളിയല്ലാഹു അൻഹു പറയുന്നത്, മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പിശാച്ച് സന്നിവേശിപ്പിക്കുന്ന പരോക്ഷമായ സംസാരങ്ങളും ചിന്തകളുമാണത്. നമ്മുടെ പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും വാക്കുകളും സംശയങ്ങളുടെ മുനയിൽ നിർത്തി ആരാധന നിഷ്ഠയെ താളം തെറ്റിച്ച് മാനസികമായി തകർക്കുന്ന ഈ രീതി അവിശ്വാസികളായ ജിന്നുകളുടെ വിനോദങ്ങളിലൊന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചിൽ നിന്നും ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ഇബ്നു അമീർ റളിയല്ലാഹു അൻഹു പറയുന്നത്, വസ്വാസ് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം മനുഷ്യ ഹൃദയങ്ങളിൽ പ്രകൃതി സ്വഭാവവും നോക്കി അതിനനുസൃതമായ പരോക്ഷ സംസാരവും ചിന്തകളും പിശാച്ച് നൽകുന്ന രീതിയാണത്. മനുഷ്യ ശരീരത്തെ പിശാച്ചിന്റെ ലോലമായ ശരീരം ആവാഹിച്ച് നികൃഷ്ട ചിന്തകൾ നൽകിയാവും പിശാച്ച് കണിവല ഒരുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ നിന്നെ സ്മരിക്കുന്നതിൽ നിന്നും അകറ്റുന്ന വസ്വാസുകളിൽ നിന്നും പരിപാലിക്കുകയും പിശാച്ചിന്റെ വസ്വാസുകളിൽ നിന്ന് അകറ്റുകയും ചെയ്യണമേ. പിശാച്ച് മനുഷ്യനിൽ എവിടെയാണ് കുടിയിരിക്കുന്നതെന്നും പ്രവർത്തന രീതി എങ്ങനെയാണെന്നും അറിയാൻ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഉടൻ പിശാച്ച് പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ തല പാമ്പിന്റെ തല പോലെയാണ്. സർപ്പതല മനുഷ്യ ഹൃദയത്തിലേക്ക് ചേർത്തി വെച്ചിട്ടുണ്ട്. അടിമ അള്ളാഹുവിനെ സ്മരിച്ചാൽ പാമ്പ് അവിടെ നിന്നും അപ്രത്യക്ഷമാവും. ദിക്റിനെ ഉപേക്ഷിച്ചാൽ പിശാച്ച് തിന്മ കൊതിപ്പിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ തന്റെ രക്ഷിതാവിനോട് മനുഷ്യ ശരീരത്തിൽ പിശാച്ച് ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ദുആ ചെയ്തു. തദവസരം അവൻ തന്റെ ശരീരത്തെ പുറം ഭാഗത്തിലൂടെ അകൽ ശരീരം മുഴുവനായി കാണിക്കപ്പെട്ടു. പിശാച്ച് ഒരു തവളയുടെ രൂപത്തിൽ ചുമലിന്റെയും ഹൃദയത്തിന്റെയും ഇടയിലാണ്. കൊതുകിന്റെ കൊമ്പ് പോലെയുള്ളത് പിശാച്ചിനുണ്ട്. മനുഷ്യ ഹൃദയത്തിലേക്ക് വസ്വാസ് എത്തിക്കാൻ ഈ കൊമ്പ് ഹൃദയത്തിലേക്ക് കടത്തി വെച്ചിട്ടുണ്ട്. നിസ്കാരം, ഒളു, ഇതര ആരാധന കർമ്മങ്ങൾ തുടങ്ങിയവയിലെല്ലാം വ്യത്യസ്തരായ ജിന്നി പിശാച്ചുകളാണ് വസ്വാസിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, നിശ്ചയം ഉളൂഇന് നിശ്ചിത പിശാച്ചുണ്ട്. വലഹാൻ എന്നാണ് പറയപ്പെടുന്നത്. വെള്ളത്തിലെ വസ്വാസ് സൂക്ഷിക്കുക. നിസ്കാരത്തിൽ വസ്വാസ് സൃഷ്ടിക്കുന്ന ജിന്നിന്റെ പേര് ഖിൻസബ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പിശാച്ചിന്റെ നാമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, നിശ്ചയം പിശാച്ച് എന്റെയും എന്റെ നിസ്കാരത്തിന്റെയും ഇടയിൽ വിലങ്ങ് തടിയായി നിൽക്കുകയും എന്റെ ഖുർആൻ പാരായണത്തിന് ഭംഗം വരുത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഖിൻസബ് എന്ന് പറയപ്പെടുന്ന പിശാച്ചാണ്. നിങ്ങൾ അതിനെ കണ്ടാൽ അള്ളാഹുവിനോട് കാവൽ തേടുകയും നിന്റെ ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പുകയും ചെയ്യുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ അപ്രകാരം ചെയ്തു, അതിനാൽ അത് എന്നിൽ നിന്ന് നീങ്ങിപ്പോവുകയും ചെയ്തു. അബുൽ മുലൈഹ റളിയല്ലാഹുവിന്റെ പിതാവിലും നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിലെത്തി പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ,
എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന വസ്വാസാണ് എൻ്റെ പരാതി. ഞാൻ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ നിസ്കാരം നിർവഹിച്ചത് ഒറ്റയാണോ ഇരട്ടയാണോ എന്നറിയാത്ത അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്രകാരം സംഭവിച്ചാൽ നിങ്ങളുടെ വലത് ചൂണ്ടുവിരൽ ഉയർത്തി ഇടത്തെ തുടയിൽ കുത്തുകയും ബിസ്മില്ലാ എന്ന് പറയുകയും അത് പിശാചിനെതിരെയുള്ള കത്തിയാണ്. വ്യർത്ഥവും ദുർബലവുമായ ചിന്തകൾക്കടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നവരാണ് വസ്വാസുള്ളവർ. ഞാൻ എൻ്റെ ഭാര്യയെ മൊയ് ചൊല്ലി എന്ന് തോന്നുന്ന ചിന്തകൾ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള പിശാചിന്റെ ശ്രമങ്ങളിലൊന്നാണ്. ഒരിക്കൽ അബൂ ഹസീം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു പറഞ്ഞു, പിശാച് എൻ്റെ അടുക്കൽ പല നിലയിലും വസ്വാസിന് ശ്രമിക്കുന്നു. നീ നിന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്തുവെന്ന് തോന്നിപ്പിക്കുന്നതാണ് എന്നെ വല്ലാതെ മാനസികമായി വിഷമിപ്പിക്കുന്നത്. അബൂ ഹസീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ അവളെ ഇവിടെ കൊണ്ടുവന്ന് വിവാഹമോചനം ചെയ്യിപ്പിക്കുക. ആഗതൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വെച്ച് അവളെ ത്വലാഖ് ചൊല്ലില്ല. അബൂ ഹാസിം പ്രതിവഹിച്ചു, ഈ സത്യം ചെയ്ത പോലെ പിശാചിന് മുമ്പിലും സത്യം ചെയ്യുക, വസ്വാസ് മാറിക്കിട്ടും.